നമ്മുടെ കേരളത്തിൻ്റെ ഗൾഫ് വരവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ 2 പുസ്തകത്തിലെങ്കിലും ഞാൻ വായിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാനം നടത്തിയത് ഗൾഫ് പണാണ് എന്നുള്ളത്. അയാൾ ഏതർത്ഥത്തിൽ ഉദ്ദേശിച്ചു എന്ന് എനിക്കറിയില്ല. ഈ അർത്ഥത്തിൽ അത് ശരിയാണ്. ഏത് വീട്ടിലും 4-5 ടോയ്ലറ്റ് കാണും, 2-3 എന്തായാലും കാണും. ഉത്തരേന്ത്യയിൽ 200 വീടുകൾക്ക് ഒരു ടോയ്ലറ്റൊക്കെ ഇടണ്ടത്രേ. പിന്നെ അവരെന്ത് ചെയ്യും? അവരുടേതായ താല്പര്യങ്ങൾ, അവർക്ക് പറ്റുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിർവഹിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും ചേരി പ്രദേശങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. ചേരി പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ സംസ്കരിക്കുക എന്നതിനപ്പുറം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയൊക്കെ സന്ദർശിച്ചപ്പോൾ ധാരാവി പോലെയുള്ള ചേരി പ്രദേശങ്ങൾ മതിൽ കെട്ടി മിനുക്കി പൈൻ്റടിച്ച് വൃത്തിയാക്കുകയാണ് ചെയ്തത്. അപ്പുറമുള്ള പുഴുക്കളെപ്പോലെയുള്ള മനുഷ്യരെ ഇവരൊന്നും കാണരുത് എന്ന് കരുതിയിട്ട്. അങ്ങനെ വരുമ്പോൾ ദാരിദ്ര്യത്തിൻ്റെ സൂചികയിൽ ഇനിയും ഇന്ത്യ ആര് ഭരിച്ചാലും താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും.